നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ അവസാനത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,452ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിന സംഖ്യ എണ്ണി തുടങ്ങുന്നത്. മലയാളത്തിലെ കലണ്ടർ അനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 14 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 8 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 30 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. സപ്തമി തിഥിയാണ്. 10:46 രാത്രിയിൽ 10:46 വരെയുള്ള സമയത്ത് സപ്തമി തിഥി വരുന്നുണ്ട്. കരണം ആനകരണമാണ്. അത് രാവിലെ 9:35 വരെയാണ് ആനകരണമുള്ളത്. നിത്യയോഗം വരുന്നത് മാഹേന്ദ്രനാമ നിത്യയോഗമാണ്. അത് 3:09 വരെയാണ് ഈ നിത്യയോഗം മാഹേന്ദ്രനാമ നിത്യയോഗമുള്ളത്. ഇന്ന് നാൾ വരുന്നത് വിശാഖം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 2:37 വരെയുള്ള സമയത്താണ് വിശാഖം നക്ഷത്രമുള്ളത്. അത് കഴിഞ്ഞാൽ അനിഴമാണ്. ഞാറ്റുവേല മകം ഞാറ്റുവേല തുടരുന്നു. ഋതു വർഷ ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:18:33 ഉദയം സംഭവിക്കുന്നത്. വൈകിട്ട് 6:30:27 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറയുന്നത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 11:54 പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. അത് ഏതാനും സെക്കൻഡുകൾ വെച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. രാഹുകാലം രാവിലെ 9:21 തുടങ്ങി 10:53 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 6:18 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് 1:55 തുടങ്ങി 3:27 വരെയുള്ള സമയത്താണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മീന കൂറുകാർക്കാണ്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമായിരിക്കില്ല. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12 മുതൽക്ക് 12:22 വരെയും തുടർന്ന് 12:26 മുതൽക്ക് 12:48 വരെയുമുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും അന്നേ ദിവസം പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്ന് തന്നെ നടത്തേണ്ടതായി വരികയും ചെയ്യുമ്പോൾ ഇതൊരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് ഉദയത്തിന് വരുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വസ്തു സംഗ്രഹം, അതുപോലെ ആഭരണ കാര്യങ്ങൾ, ശില്പപ്പണികൾ, രഥം മുതലായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാക്കുക, ഇതിനൊക്കെയാണ് വിശാഖം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. തിഥി വരുന്നത് സപ്തമി തിഥിയാണ്. ഗജകൃത്യങ്ങൾ, വിവാഹം നടത്താം, സംഗീതം, വസ്ത്രഭൂഷണാദികൾക്കും അതുപോലെ യാത്ര, യുദ്ധത്തിന്റെ ആരംഭം, ഇതിനൊക്കെയും സപ്തമി തിഥിയാണ്. ശനിയാഴ്ചയും വിശാഖം നക്ഷത്രവും കൂടിയ ദിവസം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമല്ല. നമസ്കാരം.